കോഴിക്കോടിന്റെ സ്വപ്ന സാക്ഷാത്കാരമായി പുതിയ പാലത്തെ വലിയ പാലം യാഥാർത്ഥ്യമായി. പുതിയ പാലത്ത് നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പാലം നാടിന് സമർപ്പിച്ചു. കോഴിക്കോട് നഗരവാസികളുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് അന്ത്യം കുറിച്ചുകൊണ്ട് പുതിയ പാലത്തെ വലിയ പാലം യാഥാർത്ഥ്യമായി. പുതിയ പാലം ഭാഗത്ത് നിന്ന് മാങ്കാവ് ഭാഗത്തേക്ക് പോകാൻ 1947 നിർമ്മിച്ച ഇടുങ്ങിയ ഒരു തടിപ്പാലം മാത്രമായിരുന്നു ആശ്രയം. 1982 ഇത് കോൺക്രീറ്റ് പാലമാക്കിയെങ്കിലും വീതി വളരെ കുറവായിരുന്നു. കഷ്ടിച്ച് ഒരു ബൈക്കിന് കടന്നു പോകാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. ഇവിടെ ഒരു വലിയ പാലം വേണമെന്ന് നാട്ടുകാർ ആവശ്യമുന്നയിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിരുന്നു. 2022 സ്ഥലമെടുപ്പിനുൾപ്പെടെ കിഫ്ബി വഴി 60 കോടി രൂപ അനുവദിച്ചതോടെയാണ് നാട്ടുകാരുടെ ദീർഘകാലത്തെ സ്വപ്നത്തിന് ചിറകുമുളച്ചു തുടങ്ങിയത്. കനോലി കനാലിന് കുറുകെ 16.53 കോടി രൂപ വിനിയോഗിച്ച് 195 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലും ആർച്ച് മാതൃകയിൽ നിർമ്മിച്ച പാലത്തിനൊപ്പം ഇരുവശങ്ങളിലും അപ്രോച്ച് റോഡുമുണ്ട്. 40 കോടി രൂപയാണ് സ്ഥലമെടുപ്പിന് ചെലവായത്. പാലത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഇവിടെ ഇങ്ങനെ നമ്മൾ ഒത്തുകൂടുമ്പോൾ പെട്ടെന്ന് ഓർമ്മ കടന്നു പോകുന്നത് പഴയ കാലത്തെ കുറിച്ചാണ്. പഴയ കാലത്തിലൂടെ നമ്മുടെ സഞ്ചാരം പെട്ടെന്ന് കൊടുത്തുകൊള്ളുകയാണ്. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ എത്രത്തോളം പ്രയാസം അനുഭവിച്ചിട്ടാണ് ഇതിലൂടെയുള്ള യാത്രകൾ നടത്തിയത് എന്ന് ഒരു 2 സെക്കൻഡ് നിങ്ങളൊന്ന് ഓർത്തു. എത്ര ദുഷ്കരമായിരുന്നു. ഇപ്പോ പഴയ ഇടുങ്ങിയ പാലത്തിന് പകരമായി വിശാലമായ പുതിയ പാലം സജ്ജമായിരിക്കുകയാണ്. കോഴിക്കോട് പുതിയ പാലം പ്രദേശം മാത്രമല്ല, ഇതിന്റെ ഭാഗമായി ഗുണഭോക്താക്കൾ ചരിത്ര പ്രാധാന്യമുള്ള തളി ക്ഷേത്രം ഉൾപ്പെടെ ഒട്ടേറെ പ്രത്യേകതകളുള്ള ഇടങ്ങളിലേക്ക് വരുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ആശ്വാസ പാലമാണ്. ഈ പാലം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 60 കോടിയോളം രൂപ അനുവദിച്ച് വലിയ പാലം നിർമ്മിക്കുന്നു. പിന്നീട് സാമ്പത്തിക അനുമതി 2018 ജൂൺ മാസം LDF സർക്കാർ കേരളത്തിൽ ഭരിക്കുന്ന ഘട്ടത്തിൽ കിഫ്ബിയിൽ നിന്നും സാമ്പത്തിക അനുമതി ലഭിച്ചു. പിന്നീട് ചില പ്രശ്നങ്ങൾ വന്നു. ഗവൺമെന്റ് മാറി വീണ്ടും തുടർ ഭരണം വന്നു. LDF സർക്കാർ വന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി തുടർച്ചയായ ഇടപെടലുകൾ പൊതുമരാമത്ത് വകുപ്പും സർക്കാരും ഇവിടുത്തെ MLAയും എല്ലാവരും ചേർന്നു. ജനുവരി മാസം 28, 2022 ഇതിന് സാങ്കേതിക അനുമതി നൽകി പ്രവൃത്തി ടെൻഡർ ചെയ്തു. ഓരോ ഘട്ടങ്ങളിലും മാറി മാറി ഭരിച്ച ഇടതുപക്ഷ സർക്കാരുകളാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിൽ ഇടപെട്ടത്. അങ്ങനെ 2022 ജൂലൈ മാസം 3 നമ്മളിവിടെ ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തി. എന്നാൽ ചില കോടതിക്ക് മുമ്പാകെയുള്ള ചില വ്യവഹാരങ്ങളും പ്രശ്നങ്ങളും മുന്നോട്ട് വന്നു. പ്രവൃത്തി തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. വർഷങ്ങളോളം ഇതിന്റെ പ്രവൃത്തി കോടതിയിൽ മുമ്പാകെ പ്രശ്നം വന്നത് കാരണം തടസ്സപ്പെടുന്ന സ്ഥിതി.
ഈ ആശങ്ക പ്രവൃത്തി ഉദ്ഘാടനം നടന്ന ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 2022 ജൂലൈ 3 പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത ഘട്ടത്തിൽ പലരും ചോദിച്ചിരുന്നു, ഇത് യാഥാർത്ഥ്യമാവോ, ഇതിങ്ങനെ പ്രവൃത്തി ഉദ്ഘാടനം മാത്രമായിട്ട് നിൽക്കില്ല. അന്ന് പ്രസംഗിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ആളുകളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധികളെ തട്ടിമാറ്റി ലക്ഷ്യത്തിലെത്തിക്കുന്ന സർക്കാരിന്റെ പേരാണ് LDF സർക്കാർ. ഏത് പ്രതിസന്ധി വന്നാലും ജനങ്ങളുടെ ആവശ്യമായി പാലം ഈ ഗവൺമെന്റിന്റെ കാലാവധി 5 വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് യാഥാർത്ഥ്യമാക്കും എന്ന് അന്ന് നാടിന് ഉറപ്പ് നൽകി. ആ ഉറപ്പ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അഹമ്മദ് ദേവർകോവിൽ MLA അധ്യക്ഷത വഹിച്ചു. മേയർ ഒ സദാശിവൻ, MK രാഘവൻ MP, കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ S ജയശ്രീ തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. കേരള റോഡ് ഫണ്ട് ബോർഡിനായിരുന്നു നിർമ്മാണ ചുമതല. പുതിയ പാലം യാഥാർത്ഥ്യമാവുന്നതോടെ റെയിൽവേ സ്റ്റേഷൻ, പാളയം, തളി, കല്ലായി എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിലെത്താൻ സാധിക്കും. ACV